ഹായ് എവരിവൺ, ശിവദാൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോണത് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ, എന്തെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കുമോ എന്നൊക്കെ ആണ് നോക്കുന്നത്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആകുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിങ് കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഓർത്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓൾ ഓവർ ദി എനർജി വന്നത് ഇത് സ്റ്റാർ കാർഡാണ്. ഈ സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നു എന്നാണ് കാണുന്നത്. കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്നു. ഇതൊക്കെയാണ് സ്റ്റാർ കാർഡ് വന്നാൽ. പാസ്റ്റിലെ പെയിനൊക്കെ നിങ്ങൾ ഹീല് ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടിമാറ്റി എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധം എന്തോ ഒരു കാര്യം കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവർ അതിൽ നിന്നും മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നോ ഒക്കെ മനസ്സിൽ ഉള്ള വിചാരമാണ് ഇവർക്കുള്ളത്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് അവരെ ആരോ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി ആയിരിക്കാനാണ് സാധ്യത. അവരെ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോടാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് പുറകെ നടക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങോട്ടും നീങ്ങാനോ അനങ്ങാനോ ആരോട് സംസാരിക്കാനോ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല. കാരണം ഇവരെ ഫാമിലി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇയാളെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവരെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഫാമിലിയുമായിട്ട് ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ കടമകളും കർത്തവ്യങ്ങളൊക്കെ ഇപ്പോൾ നന്നായി നിറവേറ്റുന്നതായിട്ടും മറ്റൊരാളെ പേടിച്ചിട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സോഴ്സിൻ്റെ എനർജി പറയുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും വെട്ടിമാറ്റിയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരാൻ ശ്രമിക്കുന്നത്. കാരണം അവർ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവർ എവിടെയോ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ കിട്ടിയാലും അവർക്കൊരു സന്തോഷമില്ല. അത്രയ്ക്ക് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. എവിടെ പോയാലും ഒരു സന്തോഷം കിട്ടുന്നില്ല. ആരുടെ കൂടെ ഇരുന്നാലും സന്തോഷം കിട്ടുന്നില്ല. ആകെ ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. ഒരു 5 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ 5 ഓഫ് സോർഡിൻ്റെ എനർജി പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ കൂടെയുള്ളവർ നിങ്ങളെ ആരെ തടഞ്ഞു വെച്ച് ഇതൊന്നിനും സമ്മതിക്കാതെ ഒന്നും ചെയ്യാൻ പുറത്തേക്ക് പോകാൻ സമ്മതിക്കാത്തവർ നിങ്ങളെ തോൽപ്പിച്ച് കളയുന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ വിജയിക്കുമെന്നാണ് കാണുന്നത്. മറ്റൊരാൾ നിങ്ങളുമായി ഏറ്റുമുട്ടുന്നതിനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നതാണ് കാണുന്നത്. ഒരു 6 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും എന്തൊരു ജോലിയായാലും എന്ത് കാര്യമായാലും എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും അത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ജോലി മാറ്റം കിട്ടി പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ
നിങ്ങൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോകുന്നതായിരിക്കുക, അല്ലെങ്കിൽ ഈ വിഷമങ്ങളിൽ നിന്നും എല്ലാം കയറാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുന്നതായിട്ട് അത് കാണുന്നുണ്ട്. വേറെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എല്ലാത്തിൽ നിന്നും വിട്ട് ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് ഇരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് കാണുന്നത്. 4 of Swords എനർജിയാണ്. ഒരു ആക്ഷനും എടുക്കാതെ ഇരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റായി പോകുമോ, അല്ല മറ്റുള്ളവർ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുമോ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം മുന്നോട്ടുള്ള കാര്യം ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതിന് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഹൈലി ഇൻറ്റ്യൂഷനൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരെ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മറ്റൊരാളെ ഇവർക്ക് വേണ്ട ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആരുണ്ടെങ്കിൽ ഇവർ വിചാരിച്ച കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആരോട് പറയാതെ ആരും അറിയാതെ ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. കുറേ ആളുകൾ ഉണ്ടായാൽ ഇവർ വിചാരിക്കുന്ന കാര്യം നടത്താൻ പറ്റില്ല എന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു 3 of Pentacles എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്ന അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒന്ന് നന്നായി ചിന്തിച്ചിട്ട് ഒക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരാദ്യം തീരെ ഒന്നും ആലോചിക്കാതെ ചിന്തിക്കാതെയും പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ നിങ്ങളായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകണം, പടുത്തുയർത്തണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായി നടത്തിയ ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സൺ സന്തോഷിച്ചിരുന്നതായും നിങ്ങൾ കൂടെയുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിൽ സന്തോഷിച്ചതായും നിങ്ങളോട് സംസാരിച്ചതും കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് സന്തോഷങ്ങൾ ആണ് ഇപ്പോൾ തോന്നുന്നത് ഓർക്കുന്ന നേരം. ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ഒരുപാട് സന്തോഷത്തിലാണ് കാണുന്നത്. നിങ്ങളുടെ പ്രണയം അതൊക്കെ ഓർത്ത് ഈ പ്രണയം നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ കല്യാണം ഒക്കെ നടക്കാൻ സാധ്യത, ചില ആളുകൾക്ക് കല്യാണം ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടാവും. ചില ആളുകൾ എങ്ങോട്ടെങ്കിലും വീട്ടുകാരറിയാതെ എങ്ങോട്ടേലും പോകുന്നതായൊക്കെ എല്ലാം കാണുന്നുണ്ട് ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത്. അത്രയും ഒരു പ്രണയമാണിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു തേർഡ് പാർട്ടി കാരനായിരിക്കും നിങ്ങൾ ഈ ആളിൽ നിന്നും വിട്ട് പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നതാണെന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങളെ വിട്ട് അവിടെയാണ് നല്ല സുഖം എന്ന് വിചാരിച്ച് പോയ ആ വ്യക്തി ഇപ്പോൾ നിരാശയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കിപ്പോൾ തോന്നുന്നത് നിങ്ങളാണ് ശരി, നിങ്ങളടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. ചില ആളുകൾക്ക് ഇത് വസ്തുതാപരമായ കേസാകാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് ഡിവേഴ്സുമായി ബന്ധപ്പെട്ട കേസാകാൻ സാധ്യത. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശരിയായ വിധി കിട്ടുമെന്നാണ് കാണുന്നത്. ഒരു ഡെവിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് വെച്ചാൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് നിങ്ങളെ പേഴ്സണെ അവരുടെ അടുത്തേക്ക് പോകാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരുമായി എന്തെങ്കിലും ഒരു എഡിഷൻ, ഏത് തരത്തിലായാലും ശാരീരികമായാലും വേറെ എന്തെങ്കിലും ഒരു എഡിഷൻ അവരുമായിട്ടുണ്ടായി കാണും. ചിലപ്പോൾ അവരെന്തോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് കാണുന്നത്. ഒരു ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്.
ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കണക്ഷനിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മാരേജിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ കൂടെയുള്ള ജീവിതത്തിലും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം മുൻജന്മം എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ആൾ നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ അത് ഹീല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യവും ശരിയായി കിട്ടുകയുള്ളൂ. ഹീൽ ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എല്ലാ തെറ്റും കുറ്റങ്ങളും ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത്. ഇന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയുമായി ഇതുവരെ കാത്തിരിക്കുക. താങ്ക് യു.